അപ്പോൾ ഇന്നത്തെ റൗണ്ട് എന്താണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കേക്ക്സ് ആണ്. അപ്പോൾ ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു മാംഗോ കേക്കാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. മെയിനായിട്ട് വേണ്ടത് മൈദ 1 കപ്പ് മൈദ, വാനില എസൻസ് വേണം, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ബട്ടർ, മുട്ട, ലെമൺ യെല്ലോ കളർ, ഐസിങ് ഷുഗർ, ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഉണ്ട്, അത് ഗാർണിഷിങ്ങിനാണ്. പിന്നെ പഞ്ചസാര, അത് ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ കേക്ക് ഉണ്ടാക്കാം, അത് കഴിഞ്ഞിട്ട് പിന്നെ ഐസിങ് ചെയ്യാം. പിന്നെ വേണ്ടത് പാല്, നല്ല പഴുത്ത മാമ്പഴം, ഒട്ടും പുളി പാടില്ല. പിന്നെ ചെറി, അതൊക്കെ ഗാർണിഷിങ്ങിനാണ്. മാംഗോ എസൻസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് മാംഗോ പൾപ്പും ബാറ്ററിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. എന്തായാലും നമുക്ക് ആദ്യം തന്നെ മൈദയും ബേക്കിംഗ് പൗഡർ എല്ലാം കൂടെ ഒന്ന് ഇടഞ്ഞ് വെക്കാം. ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഈ 1 കപ്പ് മൈദ. അപ്പോൾ നമുക്ക് 1 കപ്പ് മൈദ, ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ നമുക്കൊന്ന് ഇടഞ്ഞ് വെക്കാം. അപ്പോൾ 1 കപ്പ്, ഈ കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂണിൻ്റെ ഇതാണ്. അപ്പോൾ ഇതിൽ 2 സ്പൂൺ. പിന്നെ ബേക്കിംഗ് സോഡ, അതൊരു 1/4 ടീസ്പൂൺ പോലും വേണ്ട, ഒരു നുള്ളു മതിയാവും. ഇതിലെടുക്കാം, നുള്ളു മതി. മതി. ഇതൊന്ന് അതിലകത്തൊരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവും. പിന്നെ അതിൽ വല്ല തരികളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകും. എന്ത് കേക്കാണ് പരിപാടി? ഞാൻ മാംഗോ കേക്ക്, 2 ലെയറാക്കിയിട്ട് ഇടയിൽ ഫ്രഷ് മാംഗോ വയ്ക്കുന്നുണ്ട്. ഐസിങ് എല്ലാം ഇതാണ്. ഐസിങ് വിപ്പിംഗ് ക്രീം വെച്ചിട്ടുണ്ട്. പിന്നെ ബട്ടർ ഐസിങ് വെച്ചിട്ട് സൈഡിൽ അലങ്കാരം. അതിന് വേറെ വേണ്ടി വന്നോ ബട്ടർ ഐസിങ്? അപ്പോൾ ഒരു യെല്ലോ കളറിലെ കേക്കാണ്. അതെ, കേക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്ത് തോന്നി? ടെൻഷനായിരുന്നു. പക്ഷേ നിങ്ങൾ കുറേയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടല്ലേ വന്നിരിക്കുന്നത്? കേക്ക്സ് ആണ് നേരത്തെ പറഞ്ഞിരുന്നു, ഉണ്ടാക്കി നോക്കി. പക്ഷേ കുക്കർ ഇവിടെ വന്നിട്ട് അത് ഇത്ര നാൾ മടി പിടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് കേക്ക് ഉണ്ടാക്കി പഠിച്ചു, അതിൻ്റെ ഒരു സന്തോഷം. കേക്ക്സ് ഉണ്ടാക്കാൻ പഠിക്കുന്നത് ഭയങ്കര സംഭവമാണ്. കാര്യം നമ്മൾ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ കുക്കിങ്ങും ബേക്കിങ്ങും രണ്ട് കാറ്റഗറിയാണ്. രണ്ടും കൂടി ചെയ്യാൻ പറ്റിയ വയ്ക്കുന്നത് നല്ലതല്ല അല്ലേ? കേക്ക്സ് എപ്പോഴും ആവശ്യമാണ്, പ്രത്യേകിച്ച് ഭാവിയിൽ ഇനി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അമ്മയ്ക്ക് കേക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാമല്ലോ അല്ലേ? ശരി, അഞ്ജനയുടെ മാംഗോ കേക്ക് നന്നായിട്ട് വരട്ടെ. ഇനി നമുക്ക് അൺസോൾട്ടഡ് ബട്ടർ വേണം, ഉപ്പില്ലാത്ത ബട്ടർ. അത് കിട്ടും. ഇപ്പോൾ ഇതാവാത്തതുകൊണ്ട് നമുക്കിത് മുറിച്ചിടാം. നമുക്ക് വലിയൊരു ബൗളിൽ ഞാനൊരു 100 ഗ്രാം ബട്ടറുണ്ട്, അതിൻ്റെ ഒരു 3/4 ഭാഗം എടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇച്ചിരി ഇങ്ങോട്ട് മെൽറ്റ് ആയിരുന്നെങ്കിൽ സുഖമായിരുന്നു. ഇത് 3/4 കപ്പ് പഞ്ചസാര ഞാൻ പൊടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ 3/4 കപ്പാണ്. അത് ആദ്യമേ അളന്നെടുത്താണ്. കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ബീറ്റ് ആവണം. ബട്ടറും 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും. പൊടിച്ച പഞ്ചസാര ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പം, അല്ലെങ്കിൽ അതിൻ്റെ തരി കിടക്കും. അതുകൊണ്ടാണ് നമ്മൾ പഞ്ചസാര പൊടിക്കുന്നത്. ഇതിലേക്ക് 5 മുട്ടയാണ് ഞാൻ ഉപയോഗിക്കണേ.
അതിൽ ഓരോന്നായിട്ട് നമുക്ക് പൊട്ടിച്ചിടാം. ഇട്ടു. ഇതേ രണ്ടാമത്തെ മുട്ട. 5 മുട്ടയാണ് ഇടണേ, ഓരോന്നായിട്ട് ഇടണം. ഇപ്പോൾ 2 എണ്ണം ഇട്ടു, ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 3 എണ്ണം ഒന്നിച്ചിടാം. ബട്ടറും പൊടിച്ച പഞ്ചസാരയും കൂടി ബീറ്റ് ചെയ്തു. അതിലേക്ക് 5 മുട്ടയും കൂടെ ഇട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മൈദ മിക്സ് മാറ്റി വെച്ചിട്ടില്ലേ, അത് കുറേശ്ശെ ആഡ് ചെയ്യണം, എന്നിട്ട് ബീറ്റ് ചെയ്യണം. ബാക്കിയും കൂടെ നമുക്കിതിലേക്ക് ഇടാം. കാൽ ടീസ്പൂൺ മാംഗോ എസൻസും കൂടെ ഇടാം. പിന്നെ ഒരു നുള്ള് ലെമൺ യെല്ലോ കളറ്. ഇതൊന്ന് ബീറ്റ് ചെയ്യാം, എന്നിട്ട് ബാക്കി ഇടാം. ഇതിലേക്ക് വാനില എസൻസ് ഒരു 3-4 ഡ്രോപ്സ്. നമ്മുടെ ഈ കേക്ക് മിക്സ് കുറച്ച് തിക്കാണ്, അപ്പോൾ നമുക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. പാല് ചേർക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഇത് ബേക്കിംഗ് മോൾഡ് നമുക്കൊന്ന് ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്ത് വയ്ക്കാം. നന്നായിട്ട് ഇത് കണ്ടോ, സൈഡിലൊക്കെ ഇതാക്കിയിട്ടുണ്ട്. കുറച്ച് മൈദ നമ്മൾ ഇതിലേക്ക് കൈ കൊണ്ട് തൂവിയിടണേ. ഡസ്റ്റ് ചെയ്തു. ബട്ടർ പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് വയ്ക്കാൻ പാകത്തിന് നമ്മളൊന്ന് മുറിച്ചെടുക്കണേ. നമ്മുടെ ബാറ്റർ തിക്കാണ്, അപ്പോൾ അത് ഇച്ചിരി കൂടെ ലൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇച്ചിരി പാലൊഴിക്കാം. കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ബാറ്റർ ഈ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. ജസ്റ്റ് ഒന്ന് സൈഡ്സ് ഒന്ന് തട്ടിക്കൊടുക്കണം, കാരണം വല്ല എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അവൻ. അതിലേക്ക് നമുക്ക് ഈ കേക്കിൻ്റെ മിക്സ് വയ്ക്കാം. വച്ചു നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് ഒരു 40 മിനിറ്റ് വേണം. എന്തായാലും നമുക്കൊരു അരമണിക്കൂർ 40 മിനിറ്റ് സെറ്റ് ചെയ്യാം. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കൊന്ന് നോക്കിയിട്ട് ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കാം. 180 ഡിഗ്രിയിൽ നമ്മുടെ കേക്ക് അവിടെ ഇരുന്ന് ബേക്ക് ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മാംഗോ കേക്കാണല്ലോ, അപ്പോൾ കുറച്ച് ഫ്രഷായിട്ട് മാംഗോ പീസസും കൂടെ ഇടാം. നല്ല മധുരമുള്ളത് വേണം, പുളി പാടില്ല. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് നന്നാക്കി വയ്ക്കാം.
എന്തായാലും ഭാഗ്യത്തിന് കഴിഞ്ഞ ഓണത്തെ പോലെ പുളിയുള്ള മാങ്ങയല്ല, അത്യാവശ്യം നല്ല മധുരമുള്ളൊരു മാങ്ങയാണ് കിട്ടിയിരിക്കണേ. അപ്പോൾ നമ്മുടെ കേക്ക് അവിടെ ഇരുന്ന് ബേക്ക് ആവട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് മാമ്പഴം അരിഞ്ഞ് വയ്ക്കാം, ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വയ്ക്കാം. ഇത്രയും മതിയാവും, കാരണം ഈ മാങ്ങയ്ക്ക് ഇച്ചിരി പുളി പോലെ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ കേക്ക് പൊട്ടി വരുന്നുണ്ട്. ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. കേക്ക് പുറത്തെടുത്ത് വെച്ചിട്ട് അത് തണുക്കണ സമയത്ത് നമുക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട് ഐസിങ്ങിനുള്ളത്. അത് നമുക്ക് അപ്പം ചെയ്താൽ മതിയാവും. അപ്പം നമ്മുടെ കേക്ക് ഏകദേശം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് നോക്കാം. ടൂത്ത് പിക്ക് വെച്ച് നമുക്ക് സെൻറ്ററിൽ ഇങ്ങനെ കുത്തി നോക്കാം. അപ്പോൾ എന്നിട്ട് കയ്യിലിങ്ങനെ നോക്കുമ്പോൾ ഒന്നും വന്നില്ല, ഒട്ടണില്ലെങ്കിൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്കതെടുത്ത് പുറത്തേക്ക് വയ്ക്കാം. കുറച്ച് നേരം അതവിടെ ഇരിക്കട്ടെ. അതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കത് സൈഡിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് വെള്ളവും പഞ്ചസാരയും കൂടെ വെച്ചിട്ടൊന്ന് അലിയിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഷുഗർ സിറപ്പ് നമുക്ക് ആവശ്യമുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒന്ന് ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്, ഐസിങ് ഷുഗർ, പിന്നെ കുറച്ച് വാനില എസൻസും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ലെമൺ യെല്ലോ കളർ, മാംഗോയുടെ കുറച്ച് എസൻസും ഒഴിക്കുവാണ് ഇതിലേക്ക്. മതിയാവും. ബീറ്റ് ചെയ്തതിന് ശേഷം കുറച്ചൊരു മാംഗോ ഫ്ലേവർ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ എസൻസ് ഒഴിക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളിത് എത്ര ബീറ്റ് ചെയ്ത് സ്റ്റിഫാക്കുന്നോ അത്രയും ഭംഗിയായിരിക്കും. നമ്മളിതിലേക്ക് വിപ്പിംഗ് ക്രീം, പിന്നെ ഐസിങ് ഷുഗർ, വാനില എസൻസ് ഒരു 2 ഡ്രോപ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാംഗോ എസൻസ്, പിന്നെ ലെമൺ യെല്ലോ കളർ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യാം. നമ്മുടെ കേക്ക് കുറച്ച് തണുത്തുണ്ട്, നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്ത് വയ്ക്കാം. ഇതുണ്ടോ, സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഹാർട്ട് ഇതാ അവിടെ ഇരിക്കണു. അതൊന്ന് പുറത്തിരുന്നൊരു 5 മിനിറ്റ് ഒന്ന് തണുക്കട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് വേറെ കുറച്ച് പണിയും കൂടെ ഉണ്ട്. നമുക്ക് ഒന്ന് ഇച്ചിരി ബട്ടറും ഐസ് ഷുഗറും കൂടെ നമുക്കൊരു ഐസിങ് ഉണ്ടാക്കാം. അതിന് ഞാനൊരു 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് ആദ്യം ഒരു 1/2 കപ്പ് ഇടാം ഐസിങ് ഷുഗർ. ബട്ടറും ഐസിങ് ഷുഗറും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ബട്ടർ എടുത്തതിൻ്റെ ഇരട്ടിയാണ് ഐസിങ് ഷുഗർ എടുക്കേണ്ടത്, എന്നാലേ അത് കട്ടിയാവത്തുള്ളൂ. ഡ്രോപ്സ് വാനില എസൻസ്, നന്നായിട്ട് ബീറ്റ് ആവണം. അപ്പം നമ്മുടെ ഇതായിട്ടുണ്ട്. നമുക്ക് കേക്ക് ഒന്ന് നടുക്ക് കട്ട് ചെയ്യാം. തണുത്തിട്ടുണ്ട്.
ഷാർപ്പായിട്ടുള്ള കത്തി എടുത്തിട്ട് ഈ മുകളിലെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഇത് നമുക്ക് നടുവേ ഒന്നും കൂടെ കട്ട് ചെയ്യണം. 2 ലെയർ ആക്കണം. സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാൻ. കേക്ക് ഏകദേശം ഇതായിട്ട് അത് തണുക്കാൻ വച്ചിരിക്കുകയാണ്. നമുക്ക് ഈ വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ് ഒന്നും കൂടെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഇച്ചിരി തിക്കായിട്ട് വരണം, അല്ലെങ്കിൽ മെൽറ്റായിട്ട് പോകും. നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് ക്രീം തേക്കാം. ആദ്യം ഇത് വച്ചു. ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പ് ലൈറ്റായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം മുകളിലേക്ക് നമുക്ക് മാമ്പഴം ചോപ്പ് ചെയ്തത്, ടോപ്പ് ലെയർ നമുക്കിതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. നമുക്ക് നമ്മുടെ അടുത്ത ലെയറിലേക്ക് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ മുകളിൽ അടുത്ത വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു ലെയറും കൂടെ വയ്ക്കാം. അങ്ങനെ ഇതെല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്യണം. നമുക്ക് ഈ കത്തി വെച്ചിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്യാം. പ്രൊഫഷണൽസൊക്കെ നല്ല ഒരു സ്പാറ്റുല എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. ആ സാധനം വെച്ചിട്ടാണ് ഷേപ്പ് ചെയ്യണേ. നമുക്കത് വശമില്ലാത്തതുകൊണ്ട് നമുക്കിതൊരു 5 മിനിറ്റ് ഫ്രിഡ്ജ് വെച്ചിട്ട് വരാം. നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇടാം. നമുക്കിത് ഗാർണിഷ് ചെയ്യാം. അടിയിലും കൂടെ ഇതുപോലെ തന്നെ ഈ ഐസിങ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹാർട്ട് റെഡിയായി. ഇനി നമുക്ക് ചെറി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. നമുക്കിതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടാം. അപ്പോൾ സൂക്ഷിച്ചിടണം, കാരണം ആ സെൻറ്റർ പോർഷനിൽ മാത്രമേ വീഴാവുള്ളൂ. എൻ്റെ കേക്ക് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് ഫ്രീസറിൽ വയ്ക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം, അല്ലെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ മെൽറ്റ് ആവും. കണ്ടോ, നമസ്കാരം.
അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് കേക്ക് ഗ്രൗണ്ടാണ്. അപ്പം ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ബട്ടർ സ്കോച്ച് ഫ്രഷ് ഐസിങ് കേക്ക് ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ അതിന് കുറേ പേര് ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എന്നാൽ ബട്ടർ സ്കോച്ച് തന്നെ ആയിക്കോട്ടെ. എൻ്റെ ഒരു ഫേവററ്റ് എന്താ പറയുക, ഇഷ്ടമുള്ളൊരു ഫ്ലേവറാണ് ബട്ടർ സ്കോച്ച്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ഇൻഗ്രീഡിയൻസ് പറയാം. എല്ലാ കേക്കിനും വേണ്ടതുപോലെ തന്നെ മൈദ വേണം, അതുപോലെ മുട്ട, അൺസോൾട്ടഡ് ബട്ടർ, ബേക്കിംഗ് പൗഡർ, ഷുഗർ, ആൽമണ്ട്സ്, പിന്നെ ഏലക്ക, കാഷ്യൂ നട്ട്സ്, ബട്ടർ സ്കോച്ച് സോസിന് വേണ്ടിയിട്ട് ബ്രൗൺ ഷുഗർ വേണം, വിപ്പിംഗ് ക്രീം വേണം, പിന്നെ വാനില എസൻസ്. ഇത്രയൊക്കെയാണ് ഇപ്പോൾ വേണ്ടത്. പിന്നെ ഡെക്കറേഷൻ്റെ കാര്യം എനിക്ക് ഇപ്പോഴും ഒരു ക്ലിയർ ഐഡിയ ഇല്ല. അപ്പോൾ ചെയ്ത് വരുമ്പോൾ എന്താണോ മനസ്സിൽ വരുന്നത് അത് ചെയ്യാമെന്നുള്ള വിചാരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ആദ്യം ഞാൻ ഉദ്ദേശിക്കുന്ന അതിന് വേണ്ട കേക്ക് ബേസ് ആദ്യം ബേക്ക് ചെയ്യാമെന്നാണ്. അപ്പോൾ അതിനുള്ള പ്രോസസ്സ് തുടങ്ങാം. അതിന് ചെയ്യേണ്ടത് മുട്ടയും പഞ്ചസാരയും കൂടെ നല്ലോണം നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സാധാരണ ഷുഗറില്ലേ, അത് നമുക്കൊന്നിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അത്യാവശ്യം കുറേ വേണ്ടതുകൊണ്ട് കുറച്ച് കൂടുതൽ നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയും ഈ നമ്മൾ പൊടിച്ചെടുത്ത ഷുഗർ നല്ലോണം അടിച്ചെടുക്കണം. അപ്പം അതിന് ഞാൻ ചേർക്കുന്നത് 8 മുട്ടയാണ്. ഇതിലേക്കൊരു 1 കപ്പ് ഷുഗർ, നമുക്ക് മധുരം ഇഷ്ടമുള്ള പോലെ, സ്പഞ്ച് കേക്കിന് മധുരം ഇഷ്ടമുള്ള പോലെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഏകദേശം ഒരു 1-1.5 കപ്പ് ചേർക്കാൻ പോവാം. ഇത് നല്ലോണം നല്ല പതച്ച് അടിച്ചെടുക്കണം. അപ്പോൾ അതാ എഗ് ബീറ്റർ വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം. നമ്മൾ ഈ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കാം. അതും ഒന്ന് നല്ലോണം അതിൻ്റെ ഒപ്പം മുട്ടയുടെ ഒപ്പം ഒന്ന് മിക്സ് ചെയ്യാം. ഈ മുട്ടയും ഷുഗറും വാനില എസൻസും നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് മൈദയും ബേക്കിംഗ് പൗഡറും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ആ മിക്സ് വേണം ഇതിൽ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇത് ഇവിടെ ഇരിക്കട്ടെ, മൈദയിലേക്ക് പോകാം. ½ kg മൈദ എടുത്തേക്കണേ. അതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ മൈദയും ബേക്കിംഗ് പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെച്ചത് ഈ മുട്ടയും പഞ്ചസാരയും കൂടി വാനില എസൻസും കൂടി മിക്സ് ചെയ്തതിലേക്ക് ഇടാൻ പോവാം. അത് നമ്മൾ എങ്ങനെ ഇടണമെന്ന് വെച്ചാൽ കുറച്ചിട്ടിട്ട് നമ്മുടെ എഗ് ബീറ്റർ വെച്ചിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കണം. അല്ലാണ്ട് മറ്റേ ബീറ്റർ വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കട്ടിയായി പോകുന്ന ആട്ടൊക്കെ ഇട്ടേക്കണം. ഞാൻ ചെയ്തിട്ടില്ല. കേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. ഞാൻ സാധാരണ ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാറാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ അത് ചെയ്തു നോക്കാം എന്തായാലും. നമ്മുടെ കേക്ക് ബാറ്റർ കണ്ടില്ലേ, കേക്ക് ബാറ്റർ കുറച്ച് തിക്കായിട്ടായിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് അൺസോൾട്ടഡ് ബട്ടർ മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ബട്ടർ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം.
ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 180 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ കേക്കിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ ചേർക്കാം. കേക്കിൻ്റെ മിക്സ് റെഡിയായി. അപ്പോൾ അത് അവിടെ ഒരു ബേക്കിംഗ് ട്രേയിൽ ഞാൻ ബട്ടർ നല്ലോണം പുരട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് എല്ലാ സൈഡിലും ഒന്ന് ആക്കി കൊടുക്കണം. ഈ മോൾഡിലേക്ക് ഇതായി കേക്ക് മിക്സ് ഒഴിക്കുകയാണ്. ഇതിനി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. എൻ്റെ കേക്കിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കുന്ന സ്പഞ്ച് കേക്ക് സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് പഞ്ചസാര, പഞ്ചസാര പാനി ഉണ്ടാക്കണ പോലെ ഭയങ്കര തിക്കാവുമൊന്നും വേണ്ട. കുറച്ച് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കേക്ക് കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കുറച്ച് വാട്ടറി ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. ഈ കേക്ക് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അത് അതിൻ്റെ മേലെ ബട്ടർ ഐസിങ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ആകുമ്പോഴാണ് കേക്കിന് നല്ല ടേസ്റ്റ് ആവുന്നത്. ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പഞ്ചസാര പാനിയിലേക്ക് കുറച്ച് ഏലക്ക പൊട്ടിച്ച് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് ഇടാൻ പോവാം. ഇനി വിപ്പിംഗ് ക്രീം നമുക്കൊന്ന് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ലോണം ഇങ്ങനെ കുറേ നേരം അടിച്ച് പൊങ്ങി വന്നാലേ നമുക്ക് ഐസിങ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തൽക്കാലം ഇത്രയും അടിച്ചാൽ മതി നമുക്ക് സോസിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ബാക്കിയുള്ളത് സോസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇപ്പോൾ പഞ്ചസാരപ്പാനി റെഡിയായി. വിപ്പിംഗ് ക്രീം കുറച്ച് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത എന്താണെന്ന് വെച്ചാൽ ബട്ടർ സ്കോച്ച് സോസാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ചേർക്കണം. നേരത്തെ നമ്മൾ ചെയ്ത ആ ബട്ടറില്ലേ അതിൻ്റെ ആ പാനിലേക്ക് തന്നെ ഉണ്ടാക്കാൻ പോകണം. ഇതിലേക്ക് ബ്രൗൺ ഷുഗർ പൊടിച്ച് വെച്ചതാണ് ആഡ് ചെയ്യാൻ. ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. സോസിലേക്ക് ഇപ്പോൾ ബ്രൗൺ ഷുഗറും ബട്ടറും കുറച്ച് വെള്ളവും ആഡ് ചെയ്തു. ഇതിനകത്തേക്ക് കുറച്ച് ക്രീമും കൂടെ നമുക്ക് ആഡ് ചെയ്യാം.
ബട്ടർ സ്കോച്ച് സോസും റെഡി ആയിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് മാറ്റി വയ്ക്കാം. കേക്ക് ഏകദേശം ആയി തോന്നുന്നു. എന്തായാലും നോക്കാൻ പോവാണ്. ആയി എന്നാണ് വിശ്വാസം. ഇനി നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയതില്ലേ അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. കൈ കൊള്ളണം. നമ്മൾ ലെയർ കേക്കാണ് ചെയ്യാൻ പോണേന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ചൂടാറുന്നതിന് മുന്നേ ഇത് നമുക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചെയ്യാൻ പോണത് കുറച്ച് നട്ട്സ് കാരമലൈസ് ചെയ്തെടുക്കാൻ പോവാം. പാൻ ചൂടാക്കി അതിലേക്ക് പഞ്ചസാര ഇടണം. ഷുഗർ കാരമലൈസ്ഡ് ആയിട്ട് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് നട്ട്സും കാഷ്യൂ നട്ട്സും ബദാമും ഇടാം. നട്ട്സ് കാരമലൈസ് ചെയ്തെടുത്തു. ഇത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തിട്ട് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് സോഫ്റ്റ് ആവാൻ. നമ്മളിനി കേക്ക് ലെയർ ചെയ്യാൻ പോവാം. അപ്പോൾ അതാ പഞ്ചസാര സിറപ്പിൽ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന കേക്ക് എടുത്ത് ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ബട്ടർ സ്കോച്ച് സോസില്ലേ അതൊന്ന് ഒഴിക്കാൻ പോവാം. അടുത്തത് നമ്മൾ വിപ്പിംഗ് ക്രീം അതിനകത്തേക്ക് ഇതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ ക്രഷും കൂടെ ഒഴിക്കാൻ പോവാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇത്തിരിയും കൂടെ ബട്ടർ സ്കോച്ച് സോസ്. അടുത്ത സെക്കൻഡ് ലെയർ വെക്കുകയാണ്. സെയിം പ്രോസസ്സ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം. ആദ്യം ബട്ടർ സ്കോച്ച് സോസ്, ഒരുപാട് കേക്ക്സ് എല്ലാം ബേക്ക് ചെയ്തോ? 3 ലെയർ വെക്കാനാണ് വിചാരിച്ചത്. 3 ലെയറിന് വേണ്ടിയിട്ട്
2 കേക്ക് ഫുൾ വലിയ കേക്ക് രണ്ട് ഉണ്ടാക്കി കുറേ വേസ്റ്റേജ് ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് ഒരു ലെയർ ഒന്ന് മാറ്റി വന്നിട്ട് മാറ്റി. ഇപ്പൊ 2 ലെയറിൽ മറ്റത് ഭയങ്കര ഡാമേജിങ് ആയിരുന്നു അല്ലേ? കേക്ക് സോഫ്റ്റ് ആയിരുന്നു, പക്ഷെ വളരെ വന്ന് എന്താണ് ഇതിന്റെ വെയിറ്റ് എന്തോ താങ്ങാൻ പറ്റുന്നില്ല. ബട്ടർ സ്കോച്ച് സോസ് ഇതിലിപ്പോൾ എന്തൊക്കെയുള്ള ഷുഗർ അതിൽ ബ്രൗൺ ഷുഗറും ബട്ടറും കുറച്ച് ഡെമറാറയാണോ? ആ പിന്നെ അതും കുറച്ച് ഫ്രഷ് ക്രീമും അത്രയേ ഉള്ളൂ. ബട്ടറും കുറച്ച് അലിയാൻ ബാക്കിയുണ്ടോ? ആ അത് കുറച്ച് തിക്കാക്കാൻ വേണ്ടിയിട്ട് വെച്ചതാ, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കൂടാണ്ട് ക്രഷ് ചെയ്യുന്നുണ്ട് ബട്ടർ സ്കോച്ച്. ഫിനിഷിംഗ് ഉണ്ടാവുമല്ലോ അവസാനം. അതിനുള്ള ശ്രമത്തിലാണ്. ഒരു അൺറൂളി സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത് അല്ലേ? കൺട്രോൾ ഇല്ലാതെ നിൽക്കുവാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഇരിക്കുന്ന ഈ വിപ്ഡ് ക്രീം കുറച്ച് നല്ല തിക്കായിട്ടിരിക്കുന്നത്, അത് വെച്ചിട്ട് ഫിനിഷിംഗ് കൊടുക്കാൻ നോക്കാം. പിന്നെ ഇതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടത്, ഇതിനെ അതിനകത്തേക്ക് ഉൾക്കൊള്ളിക്കണം. അതിനെയും ബ്രഷും അതും കുറച്ച് ആയി. അപ്പോൾ ഓക്കെ, താങ്ക് യു ചേച്ചി. ഭയങ്കര ഒരു ടെൻഷൻ. അപ്പം എന്താ പറയണ്ടേ? ടെൻഷൻ വേണ്ട, റിലാക്സ് ചെയ്യും. താഴെ ഇരിക്കുന്നത് വേസ്റ്റ് ആണോ? ആ വേസ്റ്റ്. ക്രീം അത് ക്രഷും അതും കൂടെ മിക്സ് ചെയ്താൽ അപ്പോൾ കുറച്ച് വാട്ടറി ആവും. പിന്നെ നമുക്ക് ബാക്കി ഡെക്കറേഷൻ പരിപാടികൾ നോക്കാം. ഈ നോവ് വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് ആദ്യം നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു വലിയ യുദ്ധത്തിൻ്റെ അവസാനമായിട്ട് എൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അത്ര വലിയ സാറ്റിസ്ഫൈഡ് അല്ല, എന്നാലും എൻ്റെ പറ്റാവുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കൈരളി ടിവിക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ കേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ അതിപ്പോൾ എൻ്റെ 2ാമത്തെ കേക്കാണ്. ഇനി എങ്ങനെ വരും, എന്താവും ഇതിൻ്റെ ടേസ്റ്റ് എന്നൊന്നും, മറ്റേത് നമുക്ക് ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കും, ഇങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ടിരിക്കുന്നത് ടേസ്റ്റ് ചെയ്ത് നോക്കാനേ പറ്റില്ല. എന്തായാലും ചേച്ചിയും കൃഷ്ണചേട്ടനും നോക്കിയിട്ട് പറയട്ടെ.